മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ 5540 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 22 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ആദ്യ പരീക്ഷയെ അപേക്ഷിച്ച് പുനഃപരീക്ഷ പ്രയാസമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇക്കുറി പരീക്ഷ നടത്തിപ്പ് പൂർത്തിയാക്കിയതെന്ന് NTAയും വിലയിരുത്തി. വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ ചരിത്രത്തിലില്ലാത്ത വിധം പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. സംസ്ഥാന പോലീസിനു പുറമെ കേന്ദ്രസേനയുടെയും സഹായത്തോടെയാണ് ചോദ്യപേപ്പറുകൾ പരീക്ഷാ സെന്ററുകളിൽ എത്തിച്ചത്. ഉച്ചയ്ക്ക് 1:30 വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രവേശനാനുമതി. കോഴിക്കോട് പരീക്ഷാ സെന്ററിൽ വൈകിയെത്തിയ വിദ്യാർത്ഥിയെ ആദ്യം തടഞ്ഞെങ്കിലും പിന്നീട് പ്രവേശിപ്പിച്ചു. 2 മണി മുതൽ 5:15 വരെയായിരുന്നു പരീക്ഷ. പുനഃപരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത് ഇങ്ങനെ: ഫസ്റ്റ് പരീക്ഷ ഇതിനേക്കാളും കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് ഫസ്റ്റ് എളുപ്പമായതുകൊണ്ട് റാങ്ക് അത്യാവശ്യം ആ ഒരു റാങ്ക് ഇൻഫ്ലേഷൻ വരുന്നുണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ മാർക്കൊക്കെ നോക്കിയിട്ട് അറിയാം. ടഫായിരുന്നു. കഴിഞ്ഞ എക്സാമ്പിൾ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു. പുനഃപരീക്ഷയിൽ രക്ഷിതാക്കളും അമർഷം മറച്ചുവെച്ചില്ല. ഉറപ്പായിട്ടും അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത്. അപ്പം അത്രയും തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ കൂടിയാണ് അവർ എഴുതിയത്. ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷ എഴുതാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടാമത് എഴുതാൻ വേണ്ടി വന്നതാണ്. രാജ്യത്ത് 95,000 ക്ലാസ് മുറികളിലായി 1 ലക്ഷത്തിലധികം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം തടയാൻ 51,000-ലധികം ജാമറുകളും സ്ഥാപിച്ചിരുന്നു. മെയ് 3 നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. വീഴ്ചകളില്ലാതെ പരീക്ഷ നടത്തുന്നതിനായി പ്രധാനമന്ത്രി ഉൾപ്പെടെ കടുത്ത കരുതലാണ് പുലർത്തിയത്. വിദ്യാർത്ഥികൾക്ക് യാത്രാ തടസ്സമുണ്ടാകാതിരിക്കാൻ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഔദ്യോഗിക വസതിയിലേക്കുള്ള യാത്ര പ്രധാനമന്ത്രി വൈകിപ്പിച്ചു. ഏകദേശം 1 മണിക്കൂർ നേരം പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ തുടർന്നു. ടെലഗ്രാം നിയന്ത്രണവും വ്യോമസേനയുടെ സഹായത്തോടെ ചോദ്യപേപ്പർ എത്തിച്ചതും പരമാവധി സുരക്ഷയൊരുക്കിയും നടത്തിയ പുനഃപരീക്ഷ വീഴ്ചകളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന വിലയിരുത്തലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും NTA യും വ്യക്തമാക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.